ഹലോ കൂട്ടുകാരെ, എക്സ്ട്രാ ടിക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ അങ്ങനെ എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ചിത്രം ഒത്തിരി കാര്യങ്ങളിൽ വ്യത്യസ്തത തോന്നിപ്പിച്ച ഒരു കഥയാണ്. കാരണം നമ്മളിൽ പലർക്കും ഹൊറർ എഫക്റ്റുള്ള പടങ്ങൾ പാതിരാത്രിയിൽ ഇരുട്ടത്ത് കാണാൻ ഭയമായിരിക്കുമല്ലോ. എന്നാൽ ഈ ഒരു ഹൊറർ ത്രില്ലർ നമുക്കെപ്പോൾ കണ്ടാലും വളരെ രസകരമായും ഇൻട്രസ്റ്റിംഗ് ആയും തോന്നുന്നതാണ്. അതിന്റെ പ്രധാന കാരണം അതിലുപയോഗിച്ചിരിക്കുന്ന കോമഡി എലമെന്റുകൾ തന്നെയാണ്. പരസ്പരം അറിയാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചേർന്ന് 12 വയസ്സുള്ള ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നു. വളരെ നിസ്സാരമായി ആ ജോലി തീർത്ത് സാധാരണ കിഡ്നാപ്പേഴ്സിനെ പോലെ കുട്ടിയുടെ അച്ഛന്റെ കയ്യിൽ നിന്നും പൈസ തട്ടാമെന്നായിരുന്നു അവർ വിചാരിച്ചത്. എന്നാൽ പിന്നീടാണ് പിടിച്ചത് മൂർഖം കുഞ്ഞിനെയാണെന്ന് അവർക്ക് മനസ്സിലായത്. എന്തായിരുന്നു ആ കുട്ടിയുടെ രഹസ്യമെന്നും ഒടുവിൽ ആ കിഡ്നാപ്പേഴ്സിന് എന്താണ് സംഭവിച്ചത് എന്നുമെല്ലാം വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി പറഞ്ഞു തന്ന 2024 പുറത്തിറങ്ങിയ അബിഗേൽ എന്ന അമേരിക്കൻ ഹൊറർ ത്രില്ലർ മൂവി നമുക്കിന്ന് എക്സ്ട്രാ ടിക്കറ്റിലൂടെ കാണാം. അപ്പോ നമ്മൾ ഈ സിനിമക്കുള്ളിലേക്ക് കടക്കുകയല്ലേ. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ബാലറ്റ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടിയെയാണ്. ഇവളാണ് നമ്മുടെ കഥയിലെ നായിക അബിഗേൽ. ഇതേ സമയം മറ്റൊരിടത്ത് ഒരു കാൻഡി കഴിക്കുന്ന ടഫ് ലുക്കുള്ള ലേഡിയെയും കാണാം. അബിഗേൽ ഇവിടെ ഇങ്ങനെ അതിമനോഹരമായി ഡാൻസ് ചെയ്യുമ്പോൾ ആ ലേഡിയെ പിക്ക് ചെയ്യാൻ ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവൾ കയ്യിലുള്ള തോക്കും റെഡിയാക്കി ആ വണ്ടിയിലേക്ക് കയറുന്നു. ഇപ്പോൾ ആ വണ്ടിയിൽ 2 ആളുകളാണ് ഉണ്ടായിരുന്നത്. അതിലൊരാൾ ഭയങ്കര സീരിയസ് ആയി വന്ന ലേഡിയെ നോക്കുന്നു. എന്നാൽ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആളാണെങ്കിൽ അവളെ കംഫർട്ട് ആക്കാനാണ് നോക്കുന്നത്. അതിനിടയിൽ ആ ലേഡി അവിടെയുള്ള ബോക്സിലെ 2 സിറിഞ്ചുകളും എടുത്ത് നോക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മറ്റൊരു വാഹനം കാണുമ്പോൾ അതിൽ 3 ആളുകളാണുള്ളത്. ഈ ഡോളിന്റെ ഫേസ് ഉള്ള ലേഡി ഒരു ഹാക്കറാണ്. അവൾ അവിടെയുള്ള വീട്ടിലെ ക്യാമറ എല്ലാം ഓഫാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പുറകിലിരുന്ന ഇയാൾ വലിയൊരു തോക്കുമെടുത്ത് ആ വീട്ടിലേക്ക് കടക്കുന്നു. ഈ 2 വണ്ടികളിൽ കണ്ട 6 പേരും ഇപ്പോൾ ഒരു ടീമായി വലിയൊരു മിഷനിൽ ചേർന്നിരിക്കുകയാണ്. പക്ഷേ ഇവർക്കാർക്കും തന്നെ ആരുടെ വീട്ടിലാണ് അവർ കയറാൻ പോകുന്നതെന്ന് അറിയില്ല. ഇതേ സമയം അബിഗേൽ അവളുടെ പ്രാക്ടീസ് കഴിഞ്ഞ് അവിടെ നിന്നിറങ്ങുന്നു. അവൾ ഒരു സാധാരണ പെൺകുട്ടിയല്ല, ഒരു കോടീശ്വരി തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രാക്ടീസിന് ശേഷം അബിഗേലിനെ കാത്ത് ഒരു ബോഡി ഗാർഡ് ഉണ്ടായിരുന്നു. അവൾ പോകുന്നതാണെങ്കിൽ ഒരു കോസ്റ്റ്ലി ആയ കാറിലുമാണ്. അവൾ കയറിയ ആ കാർ അവിടെ നിന്ന് മൂവ് ആകുമ്പോൾ നമ്മൾ ആദ്യം കണ്ട വണ്ടിയിലെ ഒരാൾക്ക് കൊച്ചു ഡാൻസർ ഇറങ്ങി എന്ന് മെസ്സേജ് വരുന്നു. അപ്പോൾ ഇവരെല്ലാം തയ്യാറെടുക്കുന്നത് അബിഗേൽ എന്ന ഈ 12 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകാനാണ്. അതുകൊണ്ട് ആദ്യത്തെ വണ്ടിയിലുള്ളവർ മുഖം മൂടി വെച്ച് അവിടെ നിന്ന് യാത്ര തിരിക്കുന്നു. രണ്ടാമത്തെ വണ്ടിയിലുള്ള ഹാക്കർ ഗേറ്റ് ഓപ്പൺ ആക്കാൻ ശ്രമിക്കുമ്പോൾ ഫെയിൽ ആവുകയാണ്. അവളുടെ കൂടെ അടുത്തിരിക്കുന്ന അയാൾ അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നെല്ലാം തിരക്കുന്നുണ്ട്. അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളുടെ ജോലി നോക്കുമ്പോൾ അവൻ വണ്ടിയിൽ സോങ് പ്ലേ ചെയ്യുന്നു. അവളാണെങ്കിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ടെൻഷനിൽ ആ പാട്ട് ഓഫ് ചെയ്യുന്നുമുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് നമ്മൾ ആദ്യം കണ്ട മുഖം മൂടി അണിഞ്ഞ 3 പേർ എത്തുന്നു. കറക്റ്റ് ടൈമിൽ ഹാക്കർ ആ ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അവർക്ക് ഈസിയായി അകത്ത് കടക്കാൻ സാധിക്കുന്നുമുണ്ട്. മാത്രമല്ല നമ്മുടെ ഹാക്കർ ഒരു മിടുക്കി ആയതുകൊണ്ട് തന്നെ ആ വീട്ടിലെ ഡോറുകളെല്ലാം അവൾ ഓപ്പൺ ആക്കുന്നു. അങ്ങനെ അകത്ത് കയറിയവർ അബിഗേലിന്റെ മുറിയിലെത്തിയപ്പോഴാണ് അതിലുണ്ടായിരുന്ന ലേഡിക്ക് ഒരു കുട്ടിയെയാണ് അവർ കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാകുന്നത്. അവൾക്കത് നേരത്തെ അറിയില്ലായിരുന്നു. അതവൾ കൂട്ടത്തിലുള്ള ഒരാളോട് ചോദിക്കുമ്പോൾ അയാൾ അവളോട് ദേഷ്യപ്പെട്ട് പറയുന്നത് പറ്റില്ലെങ്കിൽ പൊയ്ക്കോ, അല്ലെങ്കിൽ പൊസിഷനിൽ നിൽക്ക് എന്നായിരുന്നു. അവർ ഓരോ പൊസിഷനിലായി നിൽക്കുമ്പോൾ ഫോണിൽ ആരോടോ സംസാരിച്ച് അബിഗേൽ അവളുടെ മുറിയിലെത്തുന്നു. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട പോലെ അബിഗേലിന് തോന്നുന്നുണ്ടെങ്കിലും അവൾ അത് കാര്യമാക്കാതെ കോൾ കട്ട് ചെയ്യുന്നു. അപ്പോഴേക്കും ആ കൂട്ടത്തിലെ കണ്ണട വെച്ചയാൾ വന്ന് അബിഗേലിന് വാപൊത്തുന്നു. രക്ഷപ്പെടാനായി അവൾ കയ്യിൽ കിട്ടിയ പെൻസിൽ വെച്ചവന്റെ കയ്യിൽ കുത്തി ശബ്ദമുണ്ടാക്കി കുതറിയോടുമ്പോൾ മറ്റേയാൾ വന്ന് കുട്ടിയെ ബലം പ്രയോഗിച്ച് അടക്കി കിടത്തുന്നു. കണ്ണട വെച്ചയാൾ വേദനിച്ച ദേഷ്യത്തിൽ അബിഗേലിനെ അടിക്കാൻ നോക്കുമ്പോൾ അവിടെയുള്ള ലേഡി അയാളെ തടുക്കുന്നു. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന സിറിഞ്ച് ഉപയോഗിച്ച് കുട്ടിയെ മയക്കി കിടത്തുന്നു. അപ്പോഴവർ പ്രതീക്ഷിക്കാതെ ആ വീട്ടിലേക്ക് ഒരു വണ്ടി വരുന്നുണ്ട്. അത് ചിലപ്പോൾ കുട്ടിയുടെ അച്ഛനായിരിക്കുമെന്ന് ഹാക്കർ അകത്തുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു. എന്തിനും റെഡിയായി തോക്കും പിടിച്ച് കൂട്ടത്തിലൊരാൾ വീടിന് പുറത്തുമുണ്ട്. എന്നാൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന ഉറപ്പിൽ കുട്ടിയെ ബാഗിലാക്കി അവർ പുറത്തു കടക്കുമ്പോൾ ആ വീട്ടിലെ സേഫ്റ്റി അലാമും ലൈറ്റുമെല്ലാം ഓണാക്കുന്നു. പക്ഷേ ഭാഗ്യത്തിന് കറക്റ്റ് ടൈമിൽ എല്ലാം സെറ്റ് ചെയ്ത് പുറത്തെത്താനും വണ്ടിയിൽ കയറാനും അവർക്ക് സാധിക്കുന്നു. അങ്ങനെ കാറിലെത്തിയ ശേഷം ആ ലേഡി കുട്ടിയുടെ പൾസ് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അവളുടെ കണ്ണ്
പെണ്ണും കെട്ടുന്നു. കുട്ടി ഓക്കെയാണ്, ബോധമില്ലാതെ കിടക്കുന്നതാണ്. എന്നാൽ ആ കണ്ണടക്കാരന്റെ കയ്യിൽ അബിഗേൽ ഉണ്ടാക്കിയ മുറിവിന് നല്ല വേദനയായിരുന്നു. ആ മുറിവിലും ആ ലേഡി മരുന്നിടുന്നു. സോ ഇവളാണ് ഈ ടീമിലെ മെഡിക്കൽ സപ്പോർട്ട്. നേരത്തെ ഹാക്കറിന്റെ കൂടെ ഉണ്ടായിരുന്നവനാണ് ഇവരുടെ ഡ്രൈവർ. അവനും ആള് മോശമല്ല, കാരണം ജംഗ്ഷനിൽ ക്യാമറകൾ ഓൺ ആണെന്നും ഓഫ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നും ഹാക്കർ ലേഡി പറയുമ്പോൾ അവൻ വളരെ സ്പീഡിൽ വണ്ടി ഓടിച്ച് ഒരു ട്രക്കിന്റെ സൈഡിലായി ഹൈഡാവുന്നു. അതുകൊണ്ട് ഹാക്കർ ഒന്ന് ഇംപ്രസ്ഡ് ആവുന്നുണ്ട്. അപ്പോഴവൻ അവളോട് പേര് ചോദിക്കുമ്പോൾ നമ്മുടെ കണ്ണട വെച്ച ചേട്ടൻ അവനോട് കലിപ്പാവുകയാണ്. കാരണം ഇവർക്കാർക്കും പരസ്പരം പേരും ഡീറ്റെയിൽസും അറിയില്ല. അത് ചോദിക്കരുതെന്നാണ് അവരുടെ നിയമം. അതവനെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഇനി അങ്ങോട്ടുള്ള എല്ലാ ക്യാമറകളും ഹാക്കർ ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവൻ വണ്ടി സ്പീഡിൽ പറപ്പിക്കുന്നു. അങ്ങനെ കുറെ നേരത്തെ യാത്രകൾക്ക് ശേഷം അവർക്കാർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത കാടുപോലുള്ള സ്ഥലത്തെത്തുന്നു. അവിടെ പാഴടഞ്ഞു കിടക്കുന്ന ഒരു ബംഗ്ലാവിലേക്കാണ് അവർ കുട്ടിയുമായി എത്തുന്നത്. അവിടെ അവരെയും കാത്ത് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. പറഞ്ഞതിലും വേഗത്തിൽ പണി തീർത്തു എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ആൾ കണ്ണടക്കാരനെ അഭിനന്ദിക്കുന്നുണ്ട്. ഇതാരുടെ വീടാണെന്ന് അറിയില്ലെങ്കിലും ഇവിടത്തെ ജാമ്പവൻ സെറ്റപ്പെല്ലാം ഇഷ്ടമായി എന്ന് ഡ്രൈവർ ഹാക്കറിനോട് പറയുമ്പോൾ കുട്ടിയെ ഏതെങ്കിലും മുറിയിലിട്ട് പൂട്ടാനും ഗൺ പൊസിഷൻ സെറ്റ് ചെയ്യണമെന്നും അവിടെ അവരെ കാത്തുനിന്നയാൾ പറയുന്നു. ശേഷം അയാൾ സ്വയം പരിചയപ്പെടുത്തുകയാണ്. അതായത് ഇവിടെയുള്ള എല്ലാവർക്കും അയാളെ പരിചയം കാണില്ല. അയാളുടെ പേര് ലാംബർട്ട് എന്നാണ്. ഇവരെയെല്ലാം അവരുടെ കഴിവുകൾ കേട്ടതനുസരിച്ചാണ് ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചത്. അവർ ഈ കിഡ്നാപ്പിലൂടെ അവരുടെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞല്ലോ. ഇതൊരു 24 മണിക്കൂർ നേരത്തേക്കുള്ള ജോലിയാണ്. അതിലെ ടഫ് പാർട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള പണി കുട്ടിയെ നോക്കുക എന്നതാണ്. പക്ഷേ ആ കുട്ടി ഒരാളുടെ ശബ്ദം മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് കുട്ടിയുടെ റൂമിൽ പോകാനുള്ള ചുമതല നമ്മുടെ മെഡിക്കൽ ലേഡിയാണ് ഏൽപ്പിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ലാംബർട്ട് ചോദിക്കുമ്പോൾ അവൾ ചോദിക്കുന്നത് ഈ കുട്ടി ഏതാണെന്നായിരുന്നു. മീൻസ് കുട്ടിയുടെ പേരല്ല, മറിച്ച് ആരുടെ മകളാണെന്നാണ് സംശയം. അത് കേട്ട് അവളോട് നേരത്തെ തന്നെ ഒരു ദേഷ്യം തോന്നിയ കണ്ണടച്ചേട്ടൻ പറയുന്നത് അതാരുടെ മകളാണെന്നൊക്കെ അറിഞ്ഞിട്ട് നിനക്കൊക്കെ എന്തിനാണെന്നാണ്. എന്നാൽ ലാംബർട്ട് അതിന് വളരെ പൊളൈറ്റായി മറുപടി കൊടുക്കുന്നു. അതായത് ഉടനെ $50 മില്യൺ നഷ്ടപ്പെടാൻ പോകുന്ന ഒരു സമ്പന്നന്റെ കുട്ടിയാണത്. മാത്രമല്ല ഇവരെല്ലാം ഇവിടെ സേഫ് ആണെന്നും അയാൾ കൂട്ടിച്ചേർക്കുന്നു. പക്ഷേ ഇവരെ ആരും ട്രാക്ക് ചെയ്യില്ല എന്നുറപ്പിക്കാനായി ലാംബർട്ട് അവരുടെ ഫോണുകളെല്ലാം തന്നെ കളക്ട് ചെയ്യുന്നു. ഡ്രൈവർ ബ്രോ ആദ്യം ഫോൺ കൊടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിലും കണ്ണടക്കാരൻ ചൂടാകുമ്പോൾ അവനത് കൊടുക്കുന്നു. നമ്മുടെ ഹാക്കർ അപ്പോൾ ആർക്കോ ഭയങ്കരമായി മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ആദ്യം ലാംബർട്ടിനെ കളിപ്പിക്കുന്നുണ്ടെങ്കിലും അയാൾ അവളുടെ ഫോൺ പിടിച്ചു വാങ്ങുന്നു. മെഡിക്കൽ ലേഡിയാണെങ്കിൽ അവളുടെ വാൾപേപ്പറിലുള്ള മകന്റെ ഫോട്ടോ വിഷമത്തോടു കൂടി നോക്കിയ ശേഷം ഫോൺ കൊടുക്കുന്നു. അങ്ങനെ ഡോറെല്ലാം പൂട്ടി കുട്ടിയെ ഒറ്റയ്ക്ക് മുറിയിൽ നിർത്തണമെന്ന് നിർദ്ദേശിച്ച് ലാംബർട്ട് അവിടെ നിന്ന് മടങ്ങാൻ തുടങ്ങുമ്പോൾ മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ എന്ന് അയാൾ അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിലുള്ള ഇയാൾ എന്തിനാണ് പരസ്പരം പേരുകൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. അതിന് മറുപടി പറയുന്നത് ലാംബർട്ട് അല്ല, മറിച്ച് കണ്ണടക്കാരനായിരുന്നു. അയാൾ പറയുന്നത് കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തൻ പെട്ടാൽ മറ്റുള്ളവരെ ഒറ്റിക്കൊടുക്കാതിരിക്കാനാണ് അതെന്ന്. അതുപോലും അറിയാത്ത എന്ത് മണ്ടനാണവൻ എന്ന് ഡ്രൈവർ ബ്രോ ചോദ്യം ചോദിച്ചയാളെ കളിയാക്കുമ്പോൾ വണ്ടിയിൽ വെച്ച് നീയല്ലേ പേര് ചോദിച്ചതെന്ന് അയാളും തിരിച്ച് കളിയാക്കുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ഇവർക്ക് പരസ്പരം വിളിക്കാൻ ഒരു പേര് വേണമെന്ന് മനസ്സിലാക്കുന്ന ലാംബർട്ട് അവർക്കെല്ലാം ഓരോ പേര് കൊടുക്കുന്നു. കണ്ണടക്കാരന് ഫ്രാങ്ക് എന്നും ഡ്രൈവർ ബ്രോയ്ക്ക് ഡീൻ എന്നും ഹാക്കർ ബ്യൂട്ടിക്ക് സാമി എന്നും പേരിടുമ്പോൾ ചോദ്യം ചോദിച്ച ആൾക്ക് പീറ്റർ എന്നും മെഡിക്കൽ ലേഡിക്ക് ജോയി എന്നുമാണ് പേര് കൊടുക്കുന്നത്. അടുത്തതായി ഗൺ ഷൂട്ടറിന് പേരിടാൻ പോകുമ്പോൾ ഇതെന്താ റാറ്റ് പാക്ക് ബാൻഡിലെ ആളുകളുടെ പേരിടുന്നു എന്നയാൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അവന് ഡോൺ റിക്കിൾസ് എന്ന് പേരിടുന്നു. ആക്ച്വലി അതൊരു അമേരിക്കൻ സ്റ്റാൻഡപ്പ് കൊമേഡിയന്റെ പേരാണ്. എന്തായാലും ഇവർക്ക് ആവശ്യമുള്ള സൗകര്യവും ഭക്ഷണവും മദ്യവും എല്ലാം തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ടെന്നും 24 മണിക്കൂറിന് ശേഷം കാണാം റാറ്റ് പാക്ക് ടീമെ എന്നും പറഞ്ഞാണ് ലാംബർട്ട് അവിടെ നിന്ന് പോകുന്നത്. നമ്മുടെ പീറ്ററിന് അതത്ര പിടിച്ചില്ല. കാരണം റാറ്റ് പാക്ക് എന്ന് വെച്ചാൽ അവരെ എലിക്കൂട്ടം എന്ന് കളിയാക്കിയത് പോലെയല്ലേ. അങ്ങനെ അയാൾ പോയതിനു ശേഷം നമ്മുടെ ടീമേറ്റ്സ് എല്ലാവരും അവിടെ വെള്ളമടിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ജോയി മാത്രം കുട്ടിയെ നോക്കണമെന്ന കാരണം പറഞ്ഞ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. ഡീനാണെങ്കിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ അവിടെ ഉണ്ടായിരുന്ന ചെറിയ സൈക്കിളും ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും പീറ്ററിന് ആ കൊച്ചിന്റെ അച്ഛൻ ആരാണെന്നറിയാതെ ഒരു സമാധാനവുമില്ല. സാമിക്ക് തോന്നുന്നത് അത് വല്ല ടെക് ഭീമൻ പണച്ചാക്കാകും എന്നാണ്. എന്നാൽ കണ്ണടക്കാരൻ ഫ്രാങ്ക് പറയുന്നത് അതൊരു റിയൽ എസ്റ്റേറ്റ് മുതലാളിയാവാനാ ചാൻസ് എന്നാണ്. അവരെല്ലാം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഡീൻ അവന്റെ ഒരു ചിന്താഗതിയെല്ലാം വെച്ച് പറയുന്നത് കൊച്ചിന്റെ അച്ഛന് വല്ല ഉഡായിപ്പ് പരിപാടിയുമായിരിക്കും എന്നാണ്. ഇല്ലെങ്കിൽ അതുപോലൊരു സെറ്റപ്പ് വീടുണ്ടാക്കാൻ അയാൾക്ക് പറ്റില്ലല്ലോ. സോ വല്ല സ്മഗ്ലിംഗ് ആവാനും ചാൻസ് ഉണ്ട്. ആയുധമോ മരുന്നോ അല്ലെങ്കിൽ മനുഷ്യക്കടത്തുമാവാം. ഇതും പറഞ്ഞ് ഡീൻ സൈക്കിളും എടുത്ത് ജോയിയുടെ അടുത്ത് ചെല്ലുന്നു. അവളുടെ അഭിപ്രായത്തിൽ അയാൾ ആരായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് രാഷ്ട്രപിതാവാകുമെന്നാണ്. ടോം ഹാങ്ക്സ് ആകാം എന്ന് ജോയി പറയുന്നത് കേൾക്കുമ്പോൾ ഡീനിനത് അത്ര പിടിച്ചില്ല. എന്നാലും അവളുടെ കയ്യിൽ
കയ്യിലുള്ള മിഠായി കാണുന്ന ഡീൻ അവന് ഒരെണ്ണം തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ജോയ് തരില്ല എന്ന് ഓൺ ദ സ്പോട്ടിൽ റീപ്ലൈ കൊടുക്കുന്നു. ഡീൻ അത് കേട്ട് കൂളായി അവളെ തെറിയും വിളിച്ചു പോകുന്നു. എന്നിട്ട് വീണ്ടും അവളെ ചൊറിയാനായി ഡീൻ ചോദിക്കുന്നത് നിനക്ക് കുറെ കൂടപ്പിറപ്പുകളൊക്കെ ഉണ്ടായിരുന്നില്ലേ എന്നാണ്. ആളുകളെ നോക്കി അവരെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഒരു മിടുക്കനാണെന്ന് അവൻ സ്വയം പുകഴ്ത്തുന്നു. ശേഷം ജോയിയെ കുറിച്ച് അവന് തോന്നുന്ന കാര്യങ്ങളും ഓരോരുത്തരെ കുറിച്ച് മനസ്സിൽ വരുന്നതും പറയാൻ തുടങ്ങുന്നു. അവർക്കാർക്കും പരസ്പരം അറിയാത്ത പക്ഷം ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഗെയിം പോലെയാണല്ലേ. ഡീനിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ജോയ് ഒരു തള്ളയാണ്, അതായത് അമ്മ. അവൻ കുറച്ച് മരുന്നും വെള്ളവും ഒക്കെ അടിച്ച് പൂസായിരിക്കുന്നത് കൊണ്ട് അവന്റെ സംസാരവും അതുപോലെയാണ്. പിന്നെ ഡീൻ ഫ്രാങ്കിനെ ചൂണ്ടി പറയുന്നത് നമ്മളെ ഇങ്ങോട്ട് കയറ്റിവിട്ട മച്ചാന്റെ മച്ചാനാണ് ഇയാൾ എന്നാണ്. നിരീക്ഷണവും പ്രൈവറ്റ് സെക്യൂരിറ്റിയും ഒക്കെയാണ് തന്റെ പരിപാടി എന്ന് റിക്കിൾസിനെ നോക്കിയും വെടിമരുന്നാണ് മച്ചാന്റെ പരിപാടി എന്ന് പീറ്ററിനെയും ഇവളിപ്പോൾ വീട് വിട്ട് ഇറങ്ങിയ ശേഷം പോലീസിന് വേണ്ടി ഹാക്കർ പണി ചെയ്യുകയാണെന്ന് സാമിയെയും പറയുന്നു. ഇതെല്ലാം കേട്ട് ജോയ് അവനെ കളിയാക്കുന്നത് ആളുകളെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഇത്രയും ദുരന്തമായ ഒരുത്തിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നായിരുന്നു. കാരണം അവൻ പറഞ്ഞ ഒരു കാര്യവും ശരിയല്ല എന്നാണ് ജോയിയുടെ പക്ഷം. അപ്പോഴും സാമി നാട് വിട്ട് ഓടിപ്പോകുന്നതാണെന്ന് ഡീൻ അവിടെ പിറുപിറുക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട ശേഷം നമ്മുടെ കണ്ണട ചേട്ടൻ ഫ്രാങ്ക് ഒരു 100 നോട്ട് വെച്ചിട്ട് അയാളെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റുമോ എന്ന് ജോയിയോട് ചലഞ്ച് ചെയ്യുന്നു. ആദ്യം താല്പര്യമില്ല എന്നവൾ പറയുന്നുണ്ടെങ്കിലും നിനക്കൊരു പിണ്ണാക്കും അറിയില്ല എന്ന ഡീൻ കളിയാക്കുമ്പോൾ അവിടെ വെച്ച 100 എടുത്തിട്ട് നിങ്ങളൊരു പോലീസുകാരനായിരുന്നു എന്നവൾ ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ സാമിയുടെ സംശയം അയാൾ ജോയിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നതായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അയാളുടെ നിൽപ്പ്, നടപ്പ്, ഷൂ, ആ സ്റ്റാൻഡേർഡ് ഇഷ്യൂ ഗ്ലോക്ക് ഗൺ, അതിടാനുള്ള ഷോൾഡർ കവർ, പോരാത്തതിന് വരുന്ന വഴി പോലീസ് ഹാൻഡ് സിഗ്നലും കാണിച്ചു. പക്ഷേ ഇയാളൊരു സാധാരണ പോലീസല്ല, കാരണം ഭയങ്കര സ്മാർട്ടാണ്, എല്ലാത്തിന്റെയും നിയന്ത്രണം ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഒരു ഡിറ്റക്റ്റീവ് ആകാനാണ് ചാൻസ്. മർഡർ, ക്രൈം കേസുകളായിരിക്കും മെയിൻ. ഒളിക്കാൻ നോക്കുന്നുണ്ട്, എങ്കിലും ആള് കെയ്ൻസിൽ നിന്നാണ്. ഇവിടേക്ക് വന്നിട്ട് ഒരുപാട് വർഷമൊന്നും ആയിട്ടില്ല. ആക്ച്വലി വളരെ കുറച്ചു നേരത്തെ പരിചയം മാത്രമുള്ള ഒരാളെ കുറിച്ച് ഇത്ര ഡീറ്റെയിൽ ആയി ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ ജോയിയെ കണ്ട് നമ്മളെ പോലെ അവിടെയുള്ളവരും ഇംപ്രസ്ഡ് ആയി. കാരണം ജോയ് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഫ്രാങ്കിന്റെ എക്സ്പ്രഷനിൽ നിന്നും വ്യക്തമായിരുന്നു. അടുത്തതായി പീറ്റർ 100 വെച്ചിട്ട് അവനെ കുറിച്ച് പറയാൻ ആവശ്യപ്പെടുന്നു. ഇതത്ര സന്തോഷത്തിനല്ല ഞാൻ വാങ്ങുന്നതെന്നും പറഞ്ഞാണ് ജോയ് ആ ക്യാഷ് എടുക്കുന്നത്. കാരണം അയാൾ ഒരു വാടക ഗുണ്ട സെറ്റപ്പ് ആണെന്ന് പീറ്ററിനെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ക്യൂബക്കിൽ നിന്നാണല്ലോ എന്നും സ്കൂളിൽ നിന്ന് റാഗിംഗ് കിട്ടിയിട്ടുണ്ടെന്നും അച്ഛൻ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നും അവൾ പറയുന്നു. എന്നാൽ വലുതായപ്പോൾ പീറ്ററിന്റെ ജീവിതം നേരെ തിരിച്ചായി. അങ്ങനെ അതൊരു തൊഴിലാക്കി. ഇതൊക്കെ കേട്ട് ഹാക്കർ ബ്യൂട്ടി കയ്യിലുണ്ടായിരുന്ന പൈസ കാണിച്ച് ഇതിനെന്തൊക്കെ പറയാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. കാരണം അവളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 20 നോട്ടാണ്. അത് വാങ്ങി ജോയി പറയുന്നത് കുടുംബത്തിന്റെ സാമ്പത്തിക നില വെച്ച് ഇത് വളരെ കുറവാണെന്നാണ്. ശരിക്കും പറഞ്ഞാൽ സാമിക്ക് ഇതുകൊണ്ട് ജീവിക്കേണ്ട കാര്യമില്ല. അവളത് ഒരു കിക്കിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. കയ്യിൽ ചോരയാക്കാൻ അവളൊട്ടും ആഗ്രഹിക്കുന്നില്ല. തോക്കിന് പകരം കീബോർഡാണ് ആയുധം. അതത്ര മോശം കാര്യമല്ലെന്ന് അവൾ സ്വയം സമാധാനിച്ചു പോകുന്നു. ആ മിഥ്യാബോധം തകരുമ്പോഴാണ് നീ പെടാൻ പോകുന്നതെന്ന് സാമിയെ ഉപദേശിക്കാനും ജോയി മറക്കുന്നില്ല. നമ്മുടെ ഹാക്കർ ബ്യൂട്ടി ഇതെല്ലാം കേട്ട് എക്സൈറ്റഡ് ആയി ജോയിയെ പ്രശംസിക്കുന്നുമുണ്ട്. അതിനുശേഷം റിക്കിൾസിനെ ജോയി നോക്കുമ്പോൾ അവന്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്നാണ് അവൻ പറയുന്നത്. ക്യാഷ് ഇല്ലെങ്കിൽ ആർമി സ്റ്റൈലിൽ ഒരു സല്യൂട്ട് കിട്ടുമോ എന്നും കൂടുതലൊന്നും പറയുന്നില്ല എന്നും അവൾ കളിയാക്കി പറയുന്നു. അപ്പോഴുള്ള റിക്കിൾസിന്റെ ചിരിയിൽ നിന്നും ശരിക്കും അയാൾ ആർമിയിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ജോയ് തിരിച്ച് അവൾ ആദ്യമിരുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഡീൻ പിന്നെയും അവളുടെ മെക്കിട്ട് കയറുന്നുണ്ട്. അവനെ കുറിച്ചും എന്തെങ്കിലുമൊക്കെ പറയാനാണ് ആശാൻ പറയുന്നത്. പക്ഷേ അവന്റെ മനസ്സിൽ ഒന്നും പറയരുതെന്നല്ലേ എന്ന് ജോയ് മറുപടി കൊടുക്കുന്നു. എന്നാലും ഇതൊക്കെ ഒരു തമാശയല്ലേ എന്ന് ഡീൻ തന്നെ പറയുമ്പോൾ ജോയും സമ്മതിക്കുന്നു. അവനൊട്ടും പ്രൊഫഷണൽ അല്ല എന്നാണ് അവൾ ആദ്യം പറയുന്നത്. അത് ഇത്രയും സമയത്തിനുള്ളിൽ നമുക്കും മനസ്സിലായ കാര്യമാണല്ലോ. പക്ഷെ അവനത് സമ്മതിക്കുന്നില്ല. ഈ ടൗണിലെ തന്നെ ഏറ്റവും മികച്ച ഡ്രൈവറാണ് അവനെന്ന് പറയുമ്പോൾ ജോയ് അതൊന്നും എതിർക്കുന്നില്ല. പക്ഷേ അവന്റെ 1-2 പിരി പോയിരിക്കുകയാണ് എന്നവൾ തറപ്പിച്ച് പറയുന്നുണ്ട്. ഒരു സോഷ്യോപാത്ത് എന്ന് പറയും. അത് കേട്ട് സാമി ചിരിക്കുമ്പോൾ ഫ്രാങ്ക് ജോയിയെ കുറിച്ച് തോന്നുന്ന കാര്യങ്ങളും പറയാൻ തുടങ്ങുന്നു. കൂട്ടത്തിൽ ഇനി എല്ലാവരും അറിയാനുള്ളത് അവളെ കുറിച്ച് മാത്രമാണല്ലോ. ഫ്രാങ്ക് പറയുന്നത് ജോയ് ഒരു ജങ്കിയാണെന്നാണ്. ജങ്കി എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിന് അടിമയായവൾ. അത് കേട്ട് ജോയ് ഒന്ന് സ്റ്റക്ക് ആകുമ്പോൾ മറ്റുള്ളവരെ ഞെട്ടുന്നു. കാരണം ഫ്രാങ്ക് ഒരു പോലീസ് ആയിരുന്നല്ലോ. പോലീസിന് അത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. അവളുടെ മിഠായി തിറ്റ, ലോങ് സ്ലീവ് ഷർട്ട്, പിന്നെ എല്ലാവർക്കും ഒപ്പം മദ്യം ഇരുന്ന് കഴിക്കാത്തത്, ഇതെല്ലാം അതിന്റെ അടയാളങ്ങളാണ്. ഇതും പറഞ്ഞ് ഫ്രാങ്ക് ജോയിയോട് ചോദിക്കുന്നത് റിക്കവറിയിലാണോ എന്നും എത്ര ദിവസമായി, ഞങ്ങൾക്ക് പണിയാകുമോ എന്നുമാണ്. അതിന് ഇല്ല എന്ന് ജോയ് മറുപടി കൊടുക്കുമ്പോൾ എനിക്കിട്ട് പണിയാൻ വരെ
വരരുതെന്നും വന്നാൽ നീ താങ്ങില്ല എന്നും ഫ്രാങ്ക് അവളെ രഹസ്യമായി ഭീഷണിപ്പെടുത്തുന്നു. ഇതിനോടകം ഇവർ രണ്ടുപേരും തമ്മിൽ ചെറിയൊരു ശത്രുത ഉടലെടുത്തിട്ടുണ്ട്. ആ നിമിഷം ഞാൻ കുട്ടിയെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ജോയ് അവിടെ നിന്ന് പോകുമ്പോൾ കിട്ടിയ ഗ്യാപ്പിൽ ഗോൾ അടിക്കുന്നത് പോലെ ഡീൻ മച്ചാൻ പറയുന്നത് ജംഗികൾ ആര് ചോദിച്ചാലും മിഠായി കൊടുക്കില്ല, അതാണ് അവൾ എനിക്ക് തരാഞ്ഞത് എന്നാണ്. അതിനുശേഷം ജോയ് അബിഗേലുള്ള മുറിയിലെത്തുമ്പോൾ കുട്ടിക്ക് ബോധം വന്നിരുന്നു. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അവൾ പേടിച്ച് ചോദിക്കുന്നുണ്ട്. അബിഗേലിന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ജോയ് തിരക്കുമ്പോൾ അവൾ എവിടെയാണെന്നും ഇവരെല്ലാം ആരാണെന്നുമാണ് അവൾ തിരിച്ചു ചോദിക്കുന്നത്. അബിഗേൽ പേടിച്ചിരിക്കുന്നത് കൊണ്ട് കുട്ടിയെ കംഫർട്ടബിൾ ആക്കാനും സമാധാനിപ്പിക്കാനുമാണ് ജോയ് ശ്രമിക്കുന്നത്. അവൾ മുഖത്ത് മാസ്ക് വെച്ച ശേഷം അബിഗേലിന്റെ കണ്ണിൽ കെട്ടിയിരുന്ന ബ്ലൈൻഡ് ഫോൾഡർ മാറ്റുന്നു. പിന്നീട് കൈയിലെ വിലങ്ങ് പിറകിൽ നിന്നും ഫ്രണ്ടിലേക്ക് കൈ വേദനിപ്പിക്കാത്ത രീതിയിൽ മാറ്റുകയാണ്. അങ്ങനെ അവളെ ഓക്കെ ആക്കാൻ നോക്കുമ്പോൾ അബിഗേൽ എന്താണ് ചുറ്റിനും സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോളുടെ അച്ഛൻ കുറച്ച് പണം തരുന്നതുവരെ ഇവിടെ നിൽക്കേണ്ടി വരുമെന്നും പേടിക്കേണ്ട എന്നും ജോയ് കുട്ടിയോട് പറയുന്നു. അത് കേട്ട് എന്റെ അച്ഛൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് അബിഗേൽ ചോദിക്കുന്നുണ്ടെങ്കിലും അത് അവൾക്ക് അറിയേണ്ട എന്നും അതുകൊണ്ട് പറയേണ്ട എന്നുമാണ് ജോയ് മറുപടി കൊടുക്കുന്നത്. ഒപ്പം അബിഗേലിന് കഴിക്കാൻ എന്തെങ്കിലും ഇപ്പോൾ കൊണ്ടുവരണോ എന്ന് ജോയ് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഉപദ്രവിക്കുമോ എന്ന് അബിഗേൽ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അബിഗേൽ വളരെയധികം പേടിച്ചാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് തോന്നുന്ന ജോയ് നല്ല കുട്ടിയായിരുന്നാൽ അച്ഛൻ പണം കൊണ്ടുവരുമ്പോൾ പോകാമെന്ന് പറയുന്നു. അതുവരെ അബിഗേലിനെ ആരും ഉപദ്രവിക്കില്ല എന്ന് ജോയ് പിങ്കി പ്രോമിസ് ചെയ്യുന്നു. അത് കേൾക്കുമ്പോൾ അബിഗേലിന്റെ മുഖത്ത് ചെറിയ സന്തോഷം വരുന്നുണ്ട്. അവൾ ജോയിയെ പരിചയപ്പെടാൻ ശ്രമിക്കുമ്പോൾ ജോയ് എന്ന കള്ളപ്പേരാണ് സ്വയം പറയുന്നതെങ്കിലും അബിഗേലിന്റെ പ്രായത്തിൽ ഒരു മകനുള്ള കാര്യം സത്യസന്ധമായി പറയുന്നുണ്ട്. അബിഗേൽ അവളുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ശേഷം ജോയിയുടെ മകന്റെ പേര് ചോദിക്കുന്നുണ്ടെങ്കിലും പേര് പറയാൻ അവൾ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ അബിഗേൽ അവനെ ജസ്റ്റ് എന്ന് വിളിക്കാമെന്ന് പറയുന്നു. ശേഷം ജസ്റ്റിനെ കുറിച്ച് അവൾ ഓരോന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ജോയ് അതിനെല്ലാം മറുപടിയായി പറയുന്നത് അവൻ സാധാരണ കുട്ടികളെ പോലെയാണ് എന്നാണ്. എന്നാൽ അബിഗേലിന് സാധാരണ കുട്ടികളുടെ കാര്യമൊന്നും അറിയില്ല. അവളുടെ ഡാഡിക്ക് ഒരു കുട്ടി വേണമെന്ന് തോന്നി, പക്ഷേ പിന്നീട് എപ്പോഴോ താല്പര്യം പോയി. ഇതെല്ലാം വളരെ വിഷമത്തോടെ പറയുന്ന അബിഗേൽ ഒടുവിൽ ജോയിയോട് പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും തെറ്റുപറ്റി എന്നാണ്. കാരണം അവളുടെ ഡാഡിക്ക് അവളെ അത്ര കാര്യമൊന്നുമല്ല. അതും കേട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങുന്ന ജോയിയെ വിളിച്ച് അബിഗേൽ നൈസായ ഒരു ഭീഷണി മുന്നറിയിപ്പ് കൊടുക്കുന്നു. അത് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നതിനെല്ലാം എനിക്ക് വിഷമമുണ്ട് എന്നായിരുന്നു. ഇതേ സമയം നമ്മുടെ ബാക്കിയുള്ള ടീംമേറ്റ്സ് എല്ലാം ഡ്രിങ്ക്സ് അടിച്ച് ഗെയിംസ് കളിച്ച് ശരിക്കും അർമാദിക്കുകയായിരുന്നു. എന്നാൽ അബിഗേൽ പറഞ്ഞ ഒരൊറ്റ ഡയലോഗിന്റെ എഫക്റ്റ് വളരെ വലുതായിരുന്നു. അതുകേട്ട ജോയ് കൊച്ചിന്റെ അച്ഛൻ ആരാണെന്ന് ഫ്രാങ്കിനോട് അറിയാമോ എന്ന് തിരക്കുന്നു. കാരണം കുട്ടിയുടെ സംസാരത്തിൽ നിന്നും അവളുടെ ഡാഡി ഒരു പ്രശ്നക്കാരനാണെന്ന് തോന്നി എന്ന് ജോയ് തുറന്നു പറയുന്നു. എന്നാൽ അവളുടെ സംസാരത്തിൽ നിന്നും അങ്ങനെ തോന്നിയെങ്കിൽ അതിനു വേണ്ടിയാണ് ആ കൊച്ച് അങ്ങനെ സംസാരിക്കുന്നത് എന്നാണ് ഫ്രാങ്കിന്റെ പക്ഷം. അതിനെ തുടർന്ന് അവർ തമ്മിൽ ചെറിയ വാഗ്വാദം ഉണ്ടാകുമ്പോൾ എനിക്കങ്ങനെ പെട്ടെന്ന് പേടി തോന്നാറില്ലെന്നും തോന്നിയാൽ എന്തെങ്കിലും കാര്യമുണ്ടാകുമെന്നും ജോയ് ഉറപ്പിച്ച് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റു പോകുന്നു. ഇതെല്ലാം റിക്കിൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ പീറ്ററും സാമിയും നല്ല കമ്പനിയാകുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് ഡീനും ഒരു ഭാഗത്ത് ഇരിപ്പുണ്ട്. എന്തായാലും ജോയിയുടെ മുമ്പിൽ വലിയ ഡയലോഗെല്ലാം പറഞ്ഞ് ഫ്രാങ്കിന് അവൾ പറഞ്ഞതെല്ലാം കേട്ട് പേടി തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ശരിക്കും കുട്ടിയുടെ ഡാഡി ആരാണെന്നറിയാൻ വേണ്ടി അയാൾ അബിഗേലുള്ള മുറിയിലേക്ക് പോകുന്നു. അബിഗേലിന്റെ കണ്ണ് ബ്ലൈൻഡ് ഫോൾഡർ വെച്ച് മറിച്ചിരിക്കുകയാണ് എന്ന് കരുതി മാസ്ക് ഒന്നുമില്ലാതെയാണ് അയാൾ മുറിയിലേക്ക് കടക്കുന്നത്. പെട്ടെന്ന് കുട്ടി അയാളുടെ ഫേസ് കണ്ടോ എന്ന് പേടിക്കുന്ന ഫ്രാങ്ക് ജാക്കറ്റ് വെച്ച് മുഖം മറയ്ക്കുകയും തോക്കുകാട്ടി അവളെ പേടിപ്പിക്കുകയും ചെയ്യുന്നു. അത് കണ്ട് പേടിച്ച് അബിഗേൽ കരയുന്നുണ്ടെങ്കിലും ഫ്രാങ്ക് അവന്റെ മുഖം കണ്ടോ എന്നും കണ്ണിന്റെ കളർ എന്താണെന്നും ചോദിച്ച് തോക്ക് ചൂണ്ടി കുട്ടിയെ പേടിപ്പിച്ചുകൊണ്ടേയിരുന്നു. അബിഗേൽ അയാളുടെ മുഖം കണ്ടില്ല എന്ന് കരഞ്ഞു പറയുമ്പോൾ ആരാണ് അവളുടെ ഡാഡി എന്നായി ഫ്രാങ്കിന്റെ അടുത്ത ചോദ്യം. ജോയ് അതറിയണ്ട എന്നാണ് പറഞ്ഞതെന്ന് അബിഗേൽ പറയുമ്പോൾ അവൾക്കറിയില്ലെങ്കിൽ വേണ്ട എനിക്കറിയണമെന്ന് ഫ്രാങ്ക് പേടിപ്പിച്ച് ചോദിക്കുമ്പോൾ ഒടുവിൽ അബിഗേൽ ആ പേര് പറയുന്നു, ക്രിസ്റ്റോഫ് ലസാർ. അത് കേട്ടതും ഇത്രയും നേരം അബിഗേലിന്റെ മുഖത്തുണ്ടായിരുന്ന ഭയം ഫ്രാങ്കിന്റെ മുഖത്തേക്ക് മാറുന്നു. ഇവിടെ നടക്കുന്നതൊന്നും അറിയാതെ എല്ലാവരും താഴെ ഹാപ്പി ആയിരിക്കുമ്പോൾ ഫ്രാങ്ക് ആ ഒരൊറ്റ പേര് കേട്ട എഫക്റ്റിൽ അവന്റെ ഷെയർ കൂടി എല്ലാവരും വീതിച്ചെടുത്തോളം പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നു. അത് കണ്ട് ജോയ് അവനെ തടയുമ്പോൾ നമുക്കെല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് ഒരു മുട്ടൻ പണിയാണെന്ന് പറഞ്ഞ് ആ കൊച്ച് ക്രിസ്റ്റോഫ് ലസാറിന്റെ മകളാണെന്ന കാര്യം അയാൾ വെളിപ്പെടുത്തുന്നു. അത് കേട്ട് ജോയ് പേടിക്കുന്നുണ്ടെങ്കിലും നമ്മളെ പോലെ തന്നെ ആരാണ് ഈ ക്രിസ്റ്റോഫ് ലസാർ എന്നറിയാത്ത സാമി അത് അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡീൻ പറയുന്നത് അതെല്ലാം കെട്ടുകഥകളാണ്, പേടിക്കാതെ നിൽക്ക് എന്നാണ്. പക്ഷേ ഫ്രാങ്ക് അയാളുടെ കഥകളൊന്നും കെട്ടുകഥകളല്ല എന്ന് തറപ്പിച്ചു പറയുന്നു. അയാളുടെ സാമ്രാജ്യം എത്ര വലുതാണെന്ന് പോലും ആർക്കും അറിയില്ല. സോ അവളൊരു ഗുണ്ടാത്തലവന്റെ മകളാണോ എന്ന് സാമി സംശയം പറയുമ്പോൾ റിക്കിൾസിന്റെ സംസാരത്തിൽ നിന്നും മറ്റുള്ളവരുടെ പേടിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അയാൾ ഒരു ഗ്യാങ്സ്റ്റർ അല്ല, മറിച്ചൊരു മോൺസ്റ്റർ ആണെന്ന്. ഇനി
അവരെല്ലാം എന്ത് ചെയ്യണമെന്നുള്ള ഡിസ്കഷൻ വരുമ്പോൾ സാമി പറയുന്നത് കുട്ടിയെ തിരിച്ചേൽപ്പിച്ച് സോറി പറഞ്ഞാൽ പോരെ എന്നാണ്. അതിന് ഫ്രാങ്ക് മറുപടി കൊടുക്കുന്നത് ശരിക്കും അവളെ കളിയാക്കിക്കൊണ്ടായിരുന്നു. എത്ര പേടിച്ചിരിക്കുന്ന സമയമാണെങ്കിലും ഫ്രാങ്കിന്റെ ഹ്യൂമർ സെൻസും സർക്കാസത്തിനും ഒരു കുറവുമില്ലായിരുന്നു. എന്തു തന്നെ ആയാലും എല്ലാവർക്കും ഇവിടെ നിന്ന് പോകാമെന്നാണ് ജോയിയുടെ തീരുമാനം. കുറച്ചു ഭക്ഷണം കുട്ടിയുടെ മുറിയിൽ വെച്ച് അവരെ സ്ഥലം വിളിച്ചു പറയാം എന്നവൾ അഭിപ്രായപ്പെടുമ്പോൾ റിക്കിൾസും അതിന് ഓക്കെ പറയുന്നു. എന്നാൽ അവിടെ ഒരു പ്രശ്നമുള്ളത് അബിഗൽ ഓൾറെഡി ഫ്രാങ്കിന്റെ മുഖം കണ്ടിരുന്നല്ലോ. അതിന് കാരണം ജോയിയാണെന്നും തെറ്റ് ഫ്രാങ്കിന്റെ ഭാഗത്താണെന്നും എല്ലാം തർക്കം വരുന്നുണ്ടെങ്കിലും ഇനി ആ കുട്ടിയെ കൊന്നുകളയാമെന്നാണ് പീറ്റർ പറയുന്നത്. അതിന് ജോയ് ആരെയും അനുവദിക്കില്ല. കാരണം അവൾ അബിഗേലിന് അത് വാക്കു കൊടുത്തതായിരുന്നല്ലോ. മുൻപായിരുന്നെങ്കിൽ അവർക്ക് പരസ്പരം അറിയില്ലായിരുന്നു. എന്നാൽ നേരത്തെ നടന്ന സംഭവങ്ങൾ വെച്ച് എല്ലാവരുടെയും കയ്യിൽ പരസ്പരം ഒറ്റിക്കൊടുക്കാൻ പാകത്തിന് ഡീറ്റെയിൽസ് ഉണ്ട്. അതിനും കാരണം ജോയ് തന്നെയാണല്ലോ. ഇതിനിടയിൽ ഇനി ആ കൊച്ചിന്റെ ഡാഡിയുടെ കയ്യിൽ നിന്നും കിട്ടേണ്ടിയിരുന്ന ക്യാഷ് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന വിഷമത്തിലായിരുന്നു ഡീൻ. ഒരാൾക്ക് $7 മില്യൺ വെച്ച് കിട്ടുന്ന ജോലി ആയതുകൊണ്ട് തന്നെ തൽക്കാലം കുട്ടിയുടെ അച്ഛന്റെ കാര്യം അങ്ങ് മറന്ന് അവരുടെ കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ടു പോകാൻ അവർ തയ്യാറെടുക്കുന്നു. പുറത്തുനിന്ന് എന്തൊക്കെ ആക്രമണം വന്നാലും ഒരു ബൗണ്ടറി സെറ്റാക്കി അതിനെ പ്രതിരോധിക്കാൻ മേലെ നിന്നുള്ള വാച്ചിങ് ഷിഫ്റ്റ് റിക്കിൾസിന് കൊടുക്കുന്നു. ജോയ്ക്ക് അകത്തെയും. അങ്ങനെ അടുത്ത 22 മണിക്കൂർ സമയത്തേക്ക് എല്ലാവരും തയ്യാറെടുക്കുകയാണ്. പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് എവിടെയെല്ലാം എന്തൊക്കെയാണ് ഉള്ളതെന്ന് അവർ ചെക്ക് ചെയ്യുമ്പോൾ ജോയ് ഒരു ഡോർ തുറന്ന് വലിയൊരു ലൈബ്രറി ഏരിയയിൽ എത്തുന്നുണ്ട്. അവിടെ ഹാറ്റ് വെച്ച ഒരാളുടെയും ചെറിയ പെൺകുട്ടിയുടെയും പ്രതിമ കുറച്ച് മിസ്റ്റീരിയസ് ആയി തോന്നുന്നുണ്ട്. അതിനുശേഷം ജോയ് റിക്കിൾസിന്റെ അടുത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ ബാക്കിയുള്ളവരെ ആരെയും വിശ്വാസമില്ലെന്നും അതുകൊണ്ട് പരസ്പരം ഒരുമിച്ച് മുന്നോട്ടു പോകാമെന്നുമാണ് രണ്ടുപേരും പറയുന്നത്. ഇതേസമയം സാമി ഒരു മുറിയിൽ TV എല്ലാം വെച്ച് സമാധാനത്തോടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് മുഖംമൂടി വെച്ച ഒരാൾ ലൈറ്റർ ഓൺ ചെയ്യുന്നു. അത് കണ്ട് പേടിച്ച് സാമി നിലവിളിക്കുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഡീനായിരുന്നു. അവൻ ചുമ്മാ അവളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ. ഇത്രയും പേടിക്കുമെന്ന് കരുതിയില്ല. എന്തായാലും അതിനുള്ളത് അവന് സാമിയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടുന്നുണ്ട്. അവനെ പുറത്താക്കി അവൾ വാതിലടച്ചപ്പോൾ ഡീൻ അടുത്തതായി പീറ്റർ ഉള്ള മുറിയിലെത്തി. പീറ്റർ അവിടെ നല്ല ഉറക്കമായതുകൊണ്ട് ഡീൻ ഒരു മാർക്കർ എടുത്ത് പീറ്ററിന്റെ മുഖത്ത് എന്തോ ഒന്ന് വരക്കുന്നുണ്ട്. അതിനുശേഷം ലൈറ്റർ കത്തിച്ച് എന്തോ പെയിന്റിംഗ് എല്ലാം നോക്കി ഡീൻ നിൽക്കുമ്പോൾ ആ പെയിന്റിംഗ് നേരത്തെ കണ്ട പ്രതിമയിലെ വലിയ ആളും ചെറിയ പെൺകുട്ടിയും തന്നെയായിരുന്നു. അത് നോക്കി അവിടെ നിൽക്കാതെ ഡീൻ നേരെ വരുന്നത് അടുക്കളയിലേക്കാണ്. അവൻ അവിടെ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ പുറകിലുള്ള ഡോർ താനെ ഓപ്പൺ ആവുന്നു. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ ആ ഡോർ വഴി ഡീൻ താഴേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ നിറയെ എലികളായിരുന്നു. അതും കണ്ട് അവൻ തിരിച്ചു പോകാൻ സ്റ്റെപ്പ് കയറുമ്പോൾ പെട്ടെന്നാരോ പുറകിൽ പിടിച്ചു വലിക്കുന്നു. ഡീൻ അപ്പോൾ ആ സ്റ്റെപ്പിൽ പിടിച്ച് പേടിച്ചു ഒച്ചയെടുത്ത് കരയുന്നുണ്ടെങ്കിലും അവനെ എന്തോ പിടിച്ചു വലിച്ചതുപോലെ ഡീനിനെ അവിടെ കാണാതാകുന്നു. കാര്യം അവൻ കളിപ്പിക്കുന്നതാണോ എന്ന് സംശയമുണ്ടെങ്കിലും ഡീനിന്റെ ഒച്ച കേൾക്കുന്ന സാമി അവനെ തിരക്കി അടുക്കളയിലെത്തുന്നു. ആദ്യം അവിടെയെല്ലാം നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴവിടെ ആരും ഉണ്ടായിരുന്നില്ല. കുറച്ചു സമയത്തിന് ശേഷം വീണ്ടും ഡൈനിങ് ടേബിളിൽ എത്തുമ്പോൾ ഡീൻ അവിടെ ചെയറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകണ്ട് വീണ്ടും അവളെ കളിപ്പിക്കുകയാണോ എന്ന് വഴക്കു പറഞ്ഞ് സാമി ഡീനിന്റെ അടുത്തെത്തി ചെയറിൽ തട്ടുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത പോലെ ഡീനിന്റെ തല ഉടലിൽ നിന്ന് വേർപെട്ട് സാമിയുടെ കയ്യിലേക്ക് വീഴുന്നു. അത് സംഭവിച്ചതും സാമി കിടന്ന് അലറുകയാണ്. അത് കേട്ട് പീറ്റർ അവിടെ എത്തുമ്പോൾ സാമിയാണെങ്കിൽ വൊമിറ്റ് ചെയ്യുകയായിരുന്നു. ഇത്രയും പേടിച്ചിരിക്കുമ്പോഴും പീറ്ററിന്റെ മുഖത്ത് ഡീൻ വരച്ചിരിക്കുന്ന ചിത്രം കണ്ട് സാമിക്ക് നല്ല കോമഡിയായി തോന്നുന്നുണ്ട്. മരിക്കുന്നതിന് മുമ്പ് ആശാൻ പീറ്ററിന്റെ മുഖത്തൊരു കലാവിരുത് തന്നെ പണിതിട്ടാണ് പോയത്. എന്തു തന്നെയായാലും എല്ലാവരും വന്ന് ആ കാഴ്ച കാണുമ്പോൾ ഏതോ ഒരു കാട്ടുമൃഗം കയറി പണിത പോലെയാണ് തോന്നുന്നതെങ്കിലും അപ്പോഴാണ് സാമിയെ പോലെ നമുക്കും അടുത്ത ഒരു ഞെട്ടിക്കുന്ന കാര്യം റിവീലാകുന്നത്. അതായത് അബിഗേലിന്റെ ഡാഡി ലസാറിന് ഒരു ഗുണ്ടയുണ്ട്. അയാളുടെ പേരാണ് വാൾഡസ്. അയാളുടെ കഥ മറ്റുള്ളവർക്കെല്ലാം അറിയാവുന്ന ഒന്നായിരുന്നു. അത് എന്താണെന്നോ, ഒരിക്കൽ ലസാറിന്റെ മെയിനായ 3 പേര് അറസ്റ്റായി. FBI അവന്മാരെ മാപ്പ് സാക്ഷികളാക്കി. വിചാരണയുടെ തലേ ദിവസം അവന്മാരെ ഒരു ഹോട്ടലിലെ ഏറ്റവും മുകളിലെ നിലയിൽ പാർപ്പിച്ചു. അവരുടെ റൂമിൽ 2 കാവൽക്കാരും തൊട്ടടുത്ത റൂമിൽ 1 ഡസൻ ഏജന്റുകളും. നേരം വെളുത്ത് FBI ടീം അകത്തു നോക്കിയപ്പോൾ ചിതറിക്കിടക്കുന്ന ബോഡികളാണ് കണ്ടത്. പല അവയവങ്ങളും ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. ആ സംഭവത്തോടുകൂടി എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് വാൾട്ടസിന്റെ സ്റ്റൈൽ തലയെടുക്കലാണെന്ന്. ശരിക്കും ഒരു മൃഗത്തെ പോലെയാണ് അവൻ. ആ മുറിയിലേക്ക് കയറാൻ മുൻവാതിലും 23 നിലയ്ക്ക് മുകളിലെ ജനാലയുമല്ലാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു. പിന്നെ എങ്ങനെ അയാളത് ചെയ്തു എന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഫ്രാങ്കിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അയാൾ
അത് ആദ്യമായിട്ട് കേൾക്കുന്ന കഥയല്ല എന്നാണ് പറയുന്നത്. സാമിക്ക് ഇതെല്ലാം ഒരു തള്ളായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇനിയെങ്ങാനും അത് വാൾഡസ് ആണെങ്കിൽ ഇതിനോടകം അബിഗേലിനെ കണ്ടെത്തിയിരിക്കുമോ എന്ന് ചെക്ക് ചെയ്യാൻ അവരെല്ലാവരും കുട്ടിയുള്ള മുറിയിലേക്ക് നീങ്ങുന്നു. ഇതിനിടയിൽ ലാംബർട്ട് ഇവർക്കെല്ലാം ഒരു പണി കൊടുക്കാനായി പെടുത്തിയതാണോ എന്നും ചിലപ്പോൾ ലാംബർട്ടും ലെസാറും തമ്മിൽ ചേർന്ന് ചെയ്യുന്നതാണോ ഇതെന്നും അവർക്ക് സംശയം വരുന്നുണ്ട്. ഇതും പറഞ്ഞ് ഫ്രാങ്കും ജോയും തമ്മിൽ തർക്കം വരുമ്പോൾ ചിലപ്പോൾ അവരിൽ ഒരാളാകും വാൾഡസ് എന്ന സംശയവും ജോയ്ക്ക് തോന്നുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ എല്ലാവരും പരസ്പരം നോക്കുന്നു. വേണമെങ്കിൽ സ്വന്തം ഷെയർ കൂടി നിങ്ങൾക്ക് തരാമെന്നും ജീവൻ മാത്രം മതിയെന്നുമാണ് റിക്കിൾസിന്റെ ചിന്ത. അതിനു മറുപടിയായി പീറ്റർ പറയുന്നത് ഇപ്പോൾ ഡീൻ മരിച്ചല്ലോ, സോ ഷെയർ വീണ്ടും കൂടിയെന്നാണ്. അതുകേട്ട് എന്റെ ഷെയർ കൂടി നീ എടുത്ത് ഒരു കോടീശനായി പണ്ടാറ മടങ്ങാൻ പറഞ്ഞ് റിക്കിൾസ് പീറ്ററിനെ പുച്ഛിക്കുന്നു. ഒരാളിപ്പോൾ മരിച്ചതല്ലേയുള്ളൂ, കുറച്ചൊക്കെ മര്യാദ കാണിച്ചുകൂടെ എന്ന് സാമിയും പറയുന്നുണ്ട്. അങ്ങനെ അബിഗേലിനെ നോക്കാനായി റൂമിലെത്തുമ്പോൾ കുട്ടി അവിടെ സേഫ് ആയിട്ടുണ്ട്. ഇതും പറഞ്ഞ് അയാളുടെ ജീവൻ പോയ സാഹചര്യത്തിൽ ഇനി ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് റിക്കിൾസ് പോകാനൊരുങ്ങുന്നു. അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. പുറത്തേക്ക് പോകാനുള്ള മെയിൻ ഡോറിൽ വലിയൊരു ഇരുമ്പിന്റെ കമ്പി കൊണ്ടുള്ള കവാടം വന്നിരിക്കുന്നു. അത് ലോക്ക്ഡ് ആയിരുന്നു. മാത്രമല്ല ഇത്രയും നേരം അവിടെയില്ലാത്ത ഒരു സംഭവമായിരുന്നു അത്. എത്ര ശ്രമിച്ചിട്ടും അത് തുറക്കാൻ റിക്കിൾസിന് സാധിക്കുന്നില്ല. അപ്പോൾ അവനോട് മാറി നിൽക്കാൻ പറഞ്ഞ് വലിയ മാസൊക്കെ കാണിച്ച് പീറ്റർ ഓടിച്ചാടി വന്ന് ഇടിച്ചു തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് തുറക്കാൻ പറ്റാതെ നമ്മുടെ പുലി പോലെ വന്ന എലി പറയുന്നത് അത് ലോക്കാണെന്നാണ്. ഹോ, അതിപ്പോ ആർക്കും മനസ്സിലാകാത്ത കാര്യമാണല്ലോ ആ ഡോർ ലോക്കാണെന്ന്. ആ വലിയ സത്യം വെളിപ്പെടുത്തിയ പീറ്ററിന് ഫ്രാങ്ക് എന്തായാലും വലിയൊരു നന്ദിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ ചുറ്റിനും വലിയ ശബ്ദം കേൾക്കാൻ തുടങ്ങി. എല്ലാ ജനാലകളിലും വാതിലുകളിലും പ്രകാശം പോലും കടക്കാത്ത രീതിയിൽ മറ്റൊരു സ്ട്രോങ് ആയ ഷട്ടറുകൾ വന്ന് അടയാൻ തുടങ്ങി. എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ എല്ലാവരും നിൽക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, അവരെല്ലാവരും ഇതിനകത്ത് അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത ഭാഗത്തിൽ കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ.